Good morning, dear my students. നമ്മൾ സം ബേസിക് കോൺസെപ്റ്റ് എന്ന അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, മെഷറബിൾ, അതായത് മെഷർ ചെയ്യാൻ കഴിയുന്നവ, മെഷർ ചെയ്യാൻ കഴിയാത്തവ ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ പഠിപ്പിക്കുന്ന കാര്യം നിങ്ങൾക്ക് ടെക്സ്റ്റ് കിട്ടി കാണില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ NCERT-യുടെ 11th ക്ലാസ്സിൻ്റെ ഈ ഒന്നാമത്തെ അധ്യായം സം ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ കെമിസ്ട്രി എന്നത് നിങ്ങളുടെ മൊബൈലിൽ തന്നെ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് വായിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. അടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ ബേസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ബേസ് എന്ന് കേൾക്കുമ്പോൾ അറിയാം, ഏറ്റവും അടിസ്ഥാനപരമായ ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അതും ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രധാനപ്പെട്ട ഫിസിക്കൽ ക്വാണ്ടിറ്റികളാകുന്നു. അപ്പൊ അത് എന്താണ് സാർ ഈ ബേസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്, അഥവാ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ഇവരിൽ നിന്നേ മറ്റുള്ള ക്വാണ്ടിറ്റികൾ ഉണ്ടാകും. അപ്പൊ ഇവർ മറ്റാരിൽ നിന്നും ഉണ്ടായതല്ല, ഇവരിൽ നിന്നും മറ്റുള്ള ക്വാണ്ടിറ്റീസ് ഫോം ചെയ്യുന്നു. അപ്പോൾ ഏതൊന്നാണോ മറ്റു ക്വാണ്ടിറ്റീസിനെ ദാനം ചെയ്യുന്നത്, തരുന്നത്, ഡിറൈവ് ചെയ്യാൻ സഹായിക്കുന്നത്, അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്, അങ്ങനെയെങ്കിൽ ആ ക്വാണ്ടിറ്റീസിനെ പൊതുവെ നമ്മൾ ബേസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയും. കേൾക്കുന്ന കുട്ടികൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല, എന്തോ സാറി പറയുന്നത് ബേസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒരു ഉദാഹരണം സാർ പറയാം. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ വോളിയം. അത് നിങ്ങൾ വോളിയം എങ്ങനെ പഠിച്ചിരിക്കുന്നത്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, നീളം ഗുണം വീതി ഗുണം ഉയരം. അപ്പൊ വോളിയം എന്നത് ലെങ്ത് എന്ന് പറയുന്നതിൽ നിന്നും ഡിറൈവ് ചെയ്തതല്ലേ? അപ്പോൾ വോളിയത്തെ നമുക്ക് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്നും ആ ലെങ്തിനെ ബേസ് ക്വാണ്ടിറ്റി അഥവാ ബേസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയാം. ഇപ്പോൾ കാര്യം മനസ്സിലായോ? ഇതുപോലെ മറ്റൊന്ന് നോക്കാം. ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ. മലയാളം മീഡിയം ബലം ഈസ് ഈക്വൽ ടു മാസ് ഗുണം ത്വരണം എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് മറ്റ് രണ്ട് ക്വാണ്ടിറ്റീസിൽ നിന്നും അതിൽ ഒന്ന് ഏതാണ്? മാസ്. അപ്പോൾ മാസ് എന്ന് പറയുന്ന ബേസ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ നിന്നാണ് ഫോഴ്സ് ഉണ്ടായത്. അപ്പോൾ എന്താണ് ബേസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി? മറ്റു ക്വാണ്ടിറ്റീസിനെ തരുന്നവ, ഇവ അടിസ്ഥാനപരമായി നിലകൊള്ളുന്നത്. അങ്ങനെ അടിസ്ഥാനപരമായി നിലകൊള്ളുന്നു, മറ്റൊന്നിൽ നിന്നും ഉണ്ടാകാത്തത് എന്നുള്ള അർത്ഥത്തിൽ ബേസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് നാം അതിന് പേര് നൽകി. അത് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെങ്ത്, മാസ്, ടൈം, തെർമോഡൈനാമിക് ടെമ്പറേച്ചർ, ഇലക്ട്രിക് current, amount of substances, luminous intensity. ഓരോന്ന് നമുക്കൊന്ന് പഠിക്കാം. അതിലാദ്യം നമുക്ക് ലെങ്ത് എടുക്കാം. ഏത് വസ്തുവിന്റെയും നീളം നിങ്ങൾ അളന്നിട്ടുണ്ട്. നിങ്ങൾ 10th ക്ലാസ്സിലൊക്കെ കൺസ്ട്രക്ഷൻ പഠിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾ സ്കെയിൽ എടുത്ത് ലെങ്ത് മെഷർ ചെയ്യാറുണ്ട്. 7 സെന്റിമീറ്റർ, 8.5 സെന്റിമീറ്റർ, 11.2 സെന്റിമീറ്റർ ഒക്കെ നിങ്ങൾ മെഷർ ചെയ്തിട്ടുണ്ട്. ലൈൻ സെഗ്മെന്റ്, രേഖാഖണ്ഡം അല്ലേ? അപ്പൊ ആ ലെങ്ത് എന്ന് പറയുന്നത് ഒരു ബേസ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. കാരണം അതിൽ നിന്നാണ് വോളിയം, ഇവൻ മുഖേനയാണ് വോളിയം ഉണ്ടായത്. അപ്പം മറ്റൊരു ക്വാണ്ടിറ്റിയെ ഇവൻ സൃഷ്ടിക്കുന്നു. ഇവൻ അടിസ്ഥാനപരമായിട്ടുള്ളത്, ബേസ് ആയിട്ടുള്ളത് യഥാർത്ഥം. ഓക്കെ, അപ്പോൾ ലെങ്ത് എന്നതിനെ ബേസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയാം. രണ്ടാമത്തത് മാസ്. എന്താണ് മാസ്? ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ. ഒരു വസ്തുവിനുള്ളിൽ എത്രത്തോളം മാറ്റർ ഉണ്ട് എന്ന് പറയുന്നതാണ് ഇത് മാസ്, ദ്രവ്യത്തിന്റെ അളവ്. ഒരു പദാർത്ഥത്തിലെ അല്ലെങ്കിൽ പദാർത്ഥങ്ങൾക്കുള്ളിലെ ദ്രവ്യത്തിന്റെ അളവിന് പറയുന്ന പേരാണ് മാസ്. മാസ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ ഇൻ എ സബ്സ്റ്റൻസ്. ഇൻ എ സബ്സ്റ്റൻസ്, ഒരു പദാർത്ഥത്തിൽ ഉള്ള മാറ്ററിന്റെ ക്വാണ്ടിറ്റിക്ക് പറയുന്ന പേരാണ് മാസ്. മൂന്നാമത്തെ ടൈം, സമയം. അറിയാം അല്ലേ? ഈ മാസിൽ നിന്നും വെയിറ്റ് എന്ന ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ഉണ്ടാകും. വെയിറ്റ് ഈസ്
equal to mass into acceleration due to gravity. അപ്പോൾ വെയിറ്റ് എന്നത് ഡിറൈവ്ഡ് ആയി മാസിൽ നിന്നും അതിനോടൊപ്പം മറ്റു ക്വാണ്ടിറ്റി വരുന്നുണ്ട്. എന്താണ്? acceleration due to gravity. അപ്പോൾ mass is a base physical quantity while weight is a derived quantity. ഇതുപോലെ ടൈം, സമയം. പവർ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വർക്ക് ബൈ ടൈം, വർക്ക് ബൈ ടൈം. അപ്പൊ അവിടെ ടൈം വന്നിട്ടുണ്ട്. പവർ ഡിറൈവ്ഡ് ആകും. ടൈം എന്നത് ബേസ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അടുത്തത് തെർമോഡൈനമിക് ടെമ്പറേച്ചർ. അടുത്തതാണ് തെർമോഡൈനമിക് ടെമ്പറേച്ചർ. 10th ക്ലാസ് കുട്ടികൾ തെർമോഡൈനമിക് എന്നൊരു ടേം പരിചിതമല്ലെന്നറിയാം. തെർമോഡൈനമിക്സ് ഈ വർഷം പഠിക്കും നമ്മൾ. ഇവിടെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ പോരെ സാർ, എന്തോ നീ തെർമോഡൈനമിക് ടെമ്പറേച്ചർ, ആ ടെമ്പറേച്ചർ പോലെ പ്രത്യേകത വല്ലതും ഉണ്ടോ എന്നൊക്കെ സംശയം തോന്നാം. തെർമോഡൈനമിക് ടെമ്പറേച്ചർ എന്ന് തന്നെ പറയണം. ടെമ്പറേച്ചർ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ഓഫ് എ ബോഡി. ഒരു വസ്തുവിനുള്ളിലുള്ള താപത്തിന്റെ തണുപ്പിന്റെ അളവിന്റെ അതിന്റെ എത്രത്തോളമുണ്ട് ഡിഗ്രി എന്ന് പറയുമ്പോൾ അത് എത്രത്തോളമാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഈസ് ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ഓഫ് എ ബോഡി. ഒരു വസ്തുവിലുള്ള അതിന്റെ ഹോട്ട്നെസ് അല്ലെങ്കിൽ കോൾഡ്നെസ് എത്രത്തോളം, അതിന്റെ പാരമ്യത, ഹോട്ട്നെസിന്റെയും കോൾഡ്നെസിന്റെയും പാരമ്യത തിട്ടപ്പെടുത്തുവാൻ നാം ഉപയോഗിക്കുന്ന ഒന്നാണ് ഏത്? ടെമ്പറേച്ചർ. അപ്പോൾ ഇവിടെ തെർമോഡൈനമിക് ടെമ്പറേച്ചർ എന്ന് പറയുന്നതോട് ഉദ്ദേശിക്കുന്നത് സാധാരണ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു വസ്തുവിനുള്ളിലുള്ള മോളിക്യൂൾസിന്റെ മോഷൻ. ഈ ടെമ്പറേച്ചർ വർദ്ധിപ്പിക്കും എന്നറിയാം. സാധാരണ നിങ്ങൾ വെള്ളം തിളപ്പിക്കുമ്പോൾ നിങ്ങൾക്കറിയാം അതിനുള്ളിൽ കുമിളകൾ ഉയരുന്നത് കാണാം. ചൂട് തട്ടുമ്പോൾ ജലത്തിൽ ലയമായി കിടക്കുന്ന ഗ്യാസ് വാതകങ്ങൾ അതിൽ നിന്നും എന്ത് ചെയ്യും? ഡിസോൾവ് ഔട്ട് ചെയ്യും, ലയിക്കാതെ മുകളിലേക്ക് ഉയർന്നു വരും. അതാണ് ഈ കുമിളയ്ക്ക് കാരണം. അപ്പോൾ അവിടെ മോളിക്യൂളുകൾക്ക്, തന്മാത്രകൾക്കൊക്കെ സഞ്ചരിക്കാൻ കഴിയുന്നു. എന്തിന്റെ സഹായത്തോടെ? ടെമ്പറേച്ചറിന്റെ സഹായത്തോടെ. അപ്പോൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു വസ്തുവിനുള്ളിലുള്ള മോളിക്യൂൾസിന്റെ ചലനത്തെ നിയന്ത്രിക്കുന്നു എന്നർത്ഥം. ആ ചലന വേഗത വർദ്ധിപ്പിക്കും. ടെമ്പറേച്ചറിന്റെയും ചലന വേഗത വർദ്ധിപ്പിക്കും. അപ്പൊ ഇവിടെ തെർമോഡൈനമിക് എന്ന് കൊടുക്കാൻ കാര്യം, നമ്മൾ ഈ മോളിക്കുലാർ മോഷൻ എന്ന് പറയുന്നത് ഒട്ടുമില്ലാത്ത അവസ്ഥ, എനർജി തീരെ ഇല്ലാത്ത അവസ്ഥ. ആ ഒരു അവസ്ഥയിലാണ് കോൾഡ്നെസ് എന്ന ടെമ്പറേച്ചറിന്റെ മറ്റൊരു വശമുള്ളത്. അപ്പോൾ ആ സ്കെയിൽ തൊട്ട്, ആ കോൾഡ്നെസ് സ്റ്റേറ്റ് തൊട്ട് പിന്നെ മോളിക്കുലാർ മോഷനൊക്കെ കിട്ടി അതിന്റെ മാക്സിമം ആകുന്ന ടെമ്പറേച്ചർ എത്രത്തോളം വരെ പോകാം. അപ്പൊ ഒരു മിനിമം മാക്സിമം റേഞ്ച് കൊടുക്കുന്നതിന് നമ്മൾ എടുക്കേണ്ടത് തെർമോഡൈനമിക് ടൈം ചേർന്ന ടെമ്പറേച്ചർ ആയിരിക്കണം. കാരണം അത് ലോർഡ് കെൽവിൻ എന്ന സയന്റിസ്റ്റ് ആണ് അതിനെ കുറിച്ച് പഠനം നടത്തി നമ്മളെ ബോധ്യപ്പെടുത്തിയത്. കാരണം മോളിക്കുലാർ മോഷൻ എന്ന് പറയുന്നത്, അതിന്റെ എനർജി എന്ന് പറയുന്നത് ലോവസ്റ്റ് ആയിട്ടിരിക്കുന്നത് നിങ്ങൾ കേട്ടു കാണും, അബ്സല്യൂട്ട് സീറോ എന്ന് പറയും. ആ അബ്സല്യൂട്ട് സീറോന്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചാൽ -273.15 ഡിഗ്രി സെൽഷ്യസ്. സെൽഷ്യസ് എന്നല്ല പറയേണ്ടത്, സെൽഷ്യസ്. അതാണ് അതിന്റെ കറക്റ്റ് ഉച്ചാരണം. വാർത്തകളൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ ടെമ്പറേച്ചർ പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സെൽഷ്യസ് അല്ല, സെൽഷ്യസ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക. ടെമ്പറേച്ചറിന് രണ്ടവസ്ഥകളുണ്ട്, അങ്ങേയറ്റവും ഏറ്റവും ഇങ്ങേയറ്റവും. ഈ ഇങ്ങേയറ്റത്തെ അവസ്ഥ മോളിക്കുലാർ മോഷൻ, എനർജി എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് കെൽവിൻ സ്കെയിലാണ് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് -273.15 ഡിഗ്രി സെൽഷ്യസിൽ മാറ്ററിനുള്ളിലെ മോളിക്യൂളിന്റെ മോഷൻ നിലയ്ക്കുന്നു, എനർജി വളരെ കുറവായിരിക്കും. ആ അവസ്ഥയിലുള്ള ടെമ്പറേച്ചർ തൊട്ട് അങ്ങേ അറ്റം വരെയുള്ള ടെമ്പറേച്ചർ നമുക്ക് മെഷറബിൾ സിസ്റ്റത്തിൽ വേണ്ടേ? ഇക്കാരണത്താൽ നമ്മൾ എന്തെടുക്കുന്നു? തെർമോഡൈനമിക് ടെമ്പറേച്ചർ എന്ന ടേം എടുക്കുന്നു. ഇപ്പോൾ കാര്യം മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ തെർമോഡൈനമിക് ടെമ്പറേച്ചർ എന്തുകൊണ്ടാണ് ആ ടേം എടുത്തതെന്ന് മനസ്സിലായി കഴിഞ്ഞു. കാരണം ഇത്തരം ഒരു ലോവസ്റ്റ് സ്റ്റേറ്റും ഹയസ്റ്റ് സ്റ്റേറ്റും വെൽ ഡിഫൈൻ ചെയ്യുവാൻ പറ്റുന്ന മെഷർമെന്റ് സിസ്റ്റം ആരുടെ ടെമ്പറേച്ചർ എടുക്കുകയാണെങ്കിൽ that is what? Thermodynamic temperature. Let us go to the next part, electric current. അതറിയാം, ഇലക്ട്രിക് കറണ്ട് നിങ്ങൾക്ക് ധാരാളം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്.
ഒന്നുകിൽ ഡ്രസ്സൊക്കെ അയൺ ചെയ്യുമ്പോഴോ മറ്റോ ഒക്കെ നിങ്ങൾ ഷോക്ക് അടിച്ച് കാണും. അതുകൊണ്ട് ഇലക്ട്രിക് കറണ്ട് എന്ന് കേൾക്കുമ്പോഴേ അതിന്റെ ഒരു ഇഫക്റ്റ് നിങ്ങളിൽ ഉണ്ടാകും. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. അടുത്തത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. എമൗണ്ട് എന്താണ്? നമ്മൾ എടുക്കുന്ന അളവ്. എമൗണ്ട് എത്രത്തോളം ഉണ്ട്, എത്രത്തോളം, ഹൗ മച്ച് ക്വാണ്ടിറ്റി. അപ്പൊ ആ എമൗണ്ട് അതും എന്തിൽ വരുന്നു? ബേസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി വരുന്നു. അതിനടുത്തത് ലൂമിനസ് ഇന്റൻസിറ്റി എന്ന് പറയും. ലൈറ്റ്, പ്രകാശം, പ്രകാശത്തിന്റെ തീവ്രത, പ്രകാശത്തിന്റെ സംബന്ധിച്ചുള്ള ഒരു ബേസ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ഏത്? ലൂമിനസ് ഇന്റൻസിറ്റി. There are how many base physical quantity? Length 1, mass 2, time 3, thermodynamic temperature 4, അതുപോലെ ഇലക്ട്രിക് കറന്റ് 5, amount of substances 6, luminous intensity എന്നിങ്ങനെ 7 ബേസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഏതൊക്കെയാ? ലെങ്ത്, mass, time, thermodynamic temperature, electric current, amount of substances, and the last one, luminous intensity. ഇത്തരം ബേസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനൊക്കെ സിംബൽ ഉണ്ട്. ഈ അധ്യായത്തെ പലരും നിസ്സാരവൽക്കരിച്ച് കളയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ദോഷവശങ്ങൾ മത്സര പരീക്ഷകൾക്കും നമ്മളുടെ പഠനം കഴിഞ്ഞ് ഒരു ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റിട്ടേൺ ടെസ്റ്റിന് പോകുമ്പോഴാണ് നമ്മൾ പശ്ചാത്തപിക്കുന്നത്. അയ്യോ, ഞാൻ +1 ക്ലാസ്സിൽ അത് ശ്രദ്ധിച്ചില്ലല്ലോ, അതിന്റെ സിംബൽ ഇങ്ങനായിരുന്നു, അങ്ങനായിരുന്നു. നമ്മൾ അങ്ങനെയല്ല പഠിക്കേണ്ടത്. പഠിക്കുമ്പോൾ നമ്മൾ നന്നായി പഠിക്കാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ പഠിക്കാതിരിക്കുക. ചെയ്യുന്നത് വൃത്തിയായി ചെയ്യുവാൻ നമ്മൾ ശ്രമിക്കണം. അതാണ് ഒരു വർക്കിന്റെ ഏറ്റവും വലിയ റിസൾട്ട് എന്ന് പറയുന്നത്. നമുക്ക് റിസൾട്ട് ഉണ്ടാകണ്ടേ, അതായിരിക്കണം വർക്ക്. അപ്പൊ ഇവിടെ സിമ്പിൾ എന്ന് പറയുന്നത് ലെങ്തിന്റെ കൊടുക്കുമ്പോൾ എൽ എന്നാണ്. എന്തെന്നാണ് കാണുന്നുണ്ടോ? എൽ ലെറ്റർ. ഇറ്റ് ഈസ് ലെങ്തിനെ റെപ്രസെന്റ് ചെയ്ത് വരുന്നു. മാസിനെ റെപ്രസെന്റ് ചെയ്ത് വരുന്ന സിമ്പിൾ എന്താന്ന് ചോദിച്ചാൽ എം. എന്താകുന്നു? എം. അതുപോലെ ടൈം എന്ന് പറയുന്നത് ടി. അപ്പൊ എൽ ദ സിമ്പിൾ ഓഫ് ലെങ്ത്, മാസിന്റെ സിമ്പിൾ എന്താകുന്നു? എം. ആൻഡ് വാട്ട് അബൌട്ട് ടൈം? ടി. വെരി ഗുഡ്. അടുത്തത് തെർമോഡൈനാമിക് ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ടി ആണ് കൊടുക്കേണ്ടത് കേട്ടോ. കാരണം നമ്മൾ ആർക്ക് സ്മാൾ ടി എടുത്തു പോയി, ടൈമിന് എടുത്തു പോയി. അടുത്തത് ഇലക്ട്രിക് കറന്റ് എടുക്കുമ്പോൾ ഐ, ക്യാപിറ്റൽ ഐ കാണുന്നുണ്ടല്ലോ. ഓക്കെ, ഇലക്ട്രിക് കറന്റ് ഐ. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത് സ്മാൾ ലെറ്റർ എൻ ആകുന്നു. എന്താകുന്നു? സ്മാൾ ലെറ്റർ എൻ ആകുന്നു. ലൂമിനസ് ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ ഐ എന്ന ക്യാപിറ്റൽ ലെറ്ററിന് ചുവട്ടിൽ ഇനി 10ാം ക്ലാസ്സിലെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് ഗ്രീക്ക് അക്ഷരമാലകൾ നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. ആ ഗ്രീക്ക് അക്ഷരമാലകളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഒരു സിംബൽ കണ്ടാൽ കുട്ടികൾ നിങ്ങൾ പറയും ആൽഫ. ശരിയല്ലേ? അടുത്തത് ബീറ്റ, അതിനടുത്തത് ഗാമ എന്നിങ്ങനെയൊക്കെയുള്ള ഗ്രീക്ക് ലെറ്റേഴ്സ് നിങ്ങൾ കണ്ടിരിക്കാം. അപ്പൊ ഗ്രീക്ക് ലെറ്റേഴ്സ് പരമാവധി പഠിച്ചു വെക്കുക. ആൽഫ, ബീറ്റ, ഗാമ. അതുപോലെ മറ്റൊരു ലെറ്റർ ആണ് ഏത്? ന്യൂ. അതെങ്ങനെ എഴുതുക? എൻ യു. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കൊടുക്കുന്നത് ന്യൂ, എം യു. അപ്പോൾ ന്യൂ എന്നാണ്. ഞാൻ എങ്ങനെ വായിക്കേണ്ടത്? ന്യൂ എന്ന് വായിക്കണം. ഐ അതിന് ചുവട്ടിലായി എഴുതിയിരിക്കുന്നത് ന്യൂ എന്നാകുന്നു. ഐ സബ്സ്ക്രിപ്റ്റ് ന്യൂ. ഐ ന്യൂ എന്നത് ലൂമിനസ് ഇന്റൻസിറ്റിയുടെ സിംബൽ ആകുന്നു. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? ബേസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതെല്ലാം, അതിന്റെ സിംബൽ ഏതെല്ലാം. മറന്നു പോകില്ലല്ലോ. ലെങ്തിന്റെ സിംബൽ സ്മാൾ എൽ. വെരി ഗുഡ്. മാസിന്റെ സിംബൽ സ്മാൾ എം. വെരി ഗുഡ്. ടൈമിന്റെ സിംബൽ സ്മാൾ ടി. വെരി ഗുഡ്. തെർമോഡൈനാമിക് ടെമ്പറേച്ചറിന്റെ സിംബൽ ക്യാപിറ്റൽ ടി. വെരി ഗുഡ്. ഇലക്ട്രിക് കറന്റ് ക്യാപിറ്റൽ ഐ. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് കൊച്ചി എൻ, സ്മാൾ എൻ അല്ലേ? ലൂമിനസ് ഇന്റൻസിറ്റി ഐ ന്യൂ. അങ്ങനെ സിംബൽ പഠിച്ചു. ഇനി ഇവരുടെ SI യൂണിറ്റിലുള്ള പേരുകൾ നമ്മൾ പഠിക്കണം. SI യൂണിറ്റിൽ ഇവരെ എങ്ങനെ വിശേഷിപ്പിക്കുന്നു?
ആദ്യ വ്യക്തി METRE മീറ്റർ. മീറ്റർ മീറ്റർ എന്ന് നമ്മൾ പറയും അല്ലേ? വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ലെങ്ത് എന്ന് ചോദിച്ചാൽ അതിന്റെ പേരാണ് ഉദ്ദേശിക്കുന്നത് METRE മീറ്റർ. പക്ഷേ അതിന്റെ സിംബൽ എന്ന് പറയുന്നത് M ആകുന്നു. കണ്ടോ, കൺഫ്യൂഷൻ ആകുന്നുണ്ട്. മാസിന്റെ സിംബൽ ആണ് ഇത്. SI യൂണിറ്റ് ആണ് ഇത്. SI യൂണിറ്റിന്റെ സിംബൽ. അപ്പൊ മാസിന്റെ പേരിന്റെ സൂചകം സ്മാൾ m. ഇവിടെ മീറ്റർ എന്ന ലെങ്തിന്റെ SI യൂണിറ്റ് പേരിന്റെ സൂചകമാണിത് സ്മാൾ m. അപ്പൊ അത് ഞാൻ കുറച്ചുകൂടി ഒന്ന് വലുതാക്കി ഞാൻ കാണിക്കാം. കാണാൻ പറ്റിയില്ലെങ്കിലോ ചിലപ്പോൾ റെഡ് ആയതുകൊണ്ട്, മഴ സമയമായതുകൊണ്ട് ക്ലൈമറ്റ് വളരെ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് ചിലപ്പോൾ വൈറ്റ് ബോർഡിലെ അതിന്റെ ലൈറ്റ് ലെറ്ററിന്റെ ആ ഇന്റൻസിറ്റി കുറഞ്ഞ് കാണാം. അപ്പൊ ഞാൻ കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് കൊടുത്തു സ്മോൾ m. അപ്പൊ സ്മോൾ m ആണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് കിലോഗ്രാം. എന്താണ് കിലോഗ്രാം? എന്താകുന്നു? kg. അപ്പോൾ സിംബൽ ഓഫ് SI യൂണിറ്റ്. സിംബൽ ഓഫ് SI യൂണിറ്റ് ചോദിച്ചാൽ സ്മോൾ m മീറ്ററിനെ പ്രതിനിധാനം ചെയ്തു വരും. അതുപോലെ അടുത്തത് മാസിന്റെ SI യൂണിറ്റിന്റെ പേരാണ് കിലോഗ്രാം. അതിനെ നമ്മൾ എഴുതുമ്പോൾ kg. ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ K, സെക്കൻഡ് ലെറ്റർ സ്മോൾ ലെറ്റർ G, കിലോഗ്രാം kg. അതുപോലെ ടൈം എന്നതിന്റെ SI യൂണിറ്റ്, അത് പേരാണ് നമ്മൾ കൊടുക്കുന്നത് സെക്കൻഡ് എന്ന്. പക്ഷേ അതിന്റെ സിംബൽ ചോദിച്ചാൽ സ്മോൾ ലെറ്റർ S എന്നാകുന്നു. അതുപോലെ അടുത്തത് തെർമോഡൈനാമിക് ടെമ്പറേച്ചർ കെൽവിൻ, KELVIN, കെൽവിൻ. കെൽവിൻ എന്നതിന്റെ സിംബൽ, SI യൂണിറ്റിന്റെ സിംബൽ എന്താണ് ചോദിച്ചാൽ K എന്നാകുന്നു. ഇലക്ട്രിക് കറണ്ട് I എന്നത് ആ ടേമിന്റെ സിംബലാണ്, ആ പദത്തിന്റെ സിംബലാണ്, ആ ബേസ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ സിംബലാണ്. പക്ഷേ അതിന്റെ SI യൂണിറ്റിലുള്ള നെയിം എന്താണെന്ന് ചോദിച്ചാൽ ആംപിയർ. ഇവിടെ യൂണിറ്റ് എഴുതുമ്പോൾ സയന്റിസ്റ്റിന്റെ പേര്, ഇത് ആംപിയർ സയന്റിസ്റ്റ് ആണ്, ആംപിയർ എന്നാണ് പറയേണ്ടത്. അത് ക്യാപിറ്റൽ A ലെറ്റർ എഴുതി കളയരുത്. SI യൂണിറ്റിലാകുമ്പോൾ അത് ഏത് ലെറ്റർ ആണ്? സ്മാൾ ലെറ്റർ ആണ് കൊടുക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എപ്പോഴെങ്കിലും നമുക്ക് ഭാവിയിൽ ഇതിൽ നിന്നുള്ള കാര്യങ്ങൾ പലപ്പോഴായിട്ട് നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയേണ്ടി വരും. ഞാൻ പറഞ്ഞു, ഇന്റർവ്യൂവിന് പോകുമ്പോഴാകട്ടെ, ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ പോകുമ്പോഴാകട്ടെ, PSC ആയിക്കോട്ടെ, ബാങ്ക് ടെസ്റ്റ് ആയിക്കോട്ടെ, റെയിൽവേ റിക്രൂട്ട്മെന്റ് ആയിക്കോട്ടെ, അങ്ങനെ ഏത് ടെസ്റ്റിനായിക്കോട്ടെ, അല്ലെങ്കിൽ തന്നെ നിങ്ങൾ എൻട്രൻസ്, മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് ആയിക്കോട്ടെ, അവിടെയൊക്കെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ കറക്റ്റായിട്ട് റെപ്രസെന്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്ക് കുറയാൻ സാധ്യത കൂടുതലാണ്. ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിൽ ഈ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനിൽ വേണ്ടത്ര പരിഷ്കാരങ്ങൾ അവർ ഉണ്ടാക്കിയിരിക്കും. അതിനെയൊക്കെ അംഗീകരിക്കത്തക്ക രീതിയിൽ നമ്മൾ നിസ്സാരമാണ്, ഇതൊക്കെ ഫിസിക്സിൽ കേട്ടിട്ടുണ്ട്, ഇതൊക്കെ കളയാം, ഒന്നിനെ നിസ്സാരവൽക്കരിക്കരുത് എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ. അത് നമ്മളെ സാരമായി തന്നെ ബാധിക്കും. കേൾക്കുന്നുണ്ടോ? അതുകൊണ്ട് എന്തിനും പ്രാധാന്യം കൊടുക്കണം. അതിനെ വളരെ ഇൻട്രസ്റ്റോടു കൂടി, ഇഷ്ടത്തോടു കൂടി, വളരെ സ്നേഹത്തോടെ നമ്മൾ അതിനെ നമ്മുടെ മനസ്സോട് ചേർത്ത് പിടിക്കാനുണ്ടെങ്കിൽ അത് നമ്മളെ പല ദിക്കുകളിൽ, ചാപ്റ്ററുകളുടെ പല വശങ്ങളിൽ, പല പല അധ്യായങ്ങളുടെ പല ഭാഗങ്ങളിൽ ഇത് നമ്മളെ സഹായിച്ചിരിക്കും. ഇത് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒന്നും കളയാതെ വളരെ സൂക്ഷ്മമായി നോക്കിയും നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞ് ഓരോന്നോരോന്നായി പറഞ്ഞു തരുന്നത്. കാരണം നമ്മുടെ ക്ലാസിന്റെ പ്രത്യേകത, നമുക്ക് ചെയ്യുന്ന ജോലി പെർഫെക്റ്റ് ആവുക. അത് നിങ്ങളും ഞാൻ അധ്യാപനം ചെയ്യുന്നു, നിങ്ങൾ കേൾക്കുന്നു, ഉൾക്കൊള്ളുന്നു, ചിന്തിക്കുന്നു. നിങ്ങൾ ഞാൻ തമ്മിലുള്ള മനസ്സിന്റെ സംവാദങ്ങളുണ്ട്, വിമർശനങ്ങളുണ്ട്, ജസ്റ്റിഫിക്കേഷൻ, ന്യായീകരണം, പിന്നെ ജഡ്ജ്മെന്റ് എല്ലാം. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇത് ഇവിടെയാണ് നമ്മുടെ ബ്രെയിൻ, നമ്മുടെ സെറിബ്രം എന്താണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. അത് നമുക്ക് ചിന്താശേഷി വർദ്ധിക്കും. നമ്മൾ പുതിയത് പലതും കണ്ടെത്തുവാൻ, സമൂഹത്തിന് വേണ്ടി നന്മകൾ ചെയ്യുവാനുള്ള കഴിവുള്ളവരായിത്തീരും. അത് ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, എഞ്ചിനീയേഴ്സ് ആയിക്കോട്ടെ, സയന്റിസ്റ്റ് ആയിക്കോട്ടെ, വാട്ടർ. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ക്ലിയർ കോൺസെപ്റ്റ് നിങ്ങൾക്ക് തരിക, നിങ്ങളിൽ സബ്ജക്ട് സെൻസ് വർദ്ധിപ്പിക്കുക, നല്ല റിസൾട്ട് ഉണ്ടാക്കി തരിക. അതിനാൽ ഒരു സാധാരണ ട്യൂഷൻ അധ്യാപകൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് സ്റ്റാൻഡിൽ ഉറപ്പിച്ച മൊബൈൽ ക്യാമറയിൽ
ഈ ബോർഡിൽ പഠിപ്പിക്കുന്ന വളരെ വലിയ സിസ്റ്റമൊന്നുമില്ലാത്ത ഒരു സാധാരണ ട്യൂഷൻ ക്ലാസ് ആണ്. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് സബ്ജക്റ്റിലാണ് ഞാൻ നോക്കുന്നത്. സബ്ജക്റ്റ് ക്ലിയർ ആയിട്ട് കുട്ടികൾക്ക് നൽകുക, അവർക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുക. സോ നിങ്ങൾ ചാനൽ തുടർച്ചയായിട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടുകളൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ കുറിച്ചെടുക്കുക. എപ്പോഴും നിങ്ങൾക്ക് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും ഈ കെമിയ ചാനൽ നിങ്ങൾക്കായിട്ട് തരുന്നത്. തീർച്ചയായിട്ടും അതിന് ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ തയ്യാറെടുത്തുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്തുകൊണ്ട് പോകുന്നത്. ഓക്കെ, നമുക്കിനി പഠിക്കുന്നതിലേക്ക് വരാം. ഇത്രയും പറഞ്ഞപ്പോഴേക്കും കഴിഞ്ഞതൊക്കെ പോകുന്ന വോൾട്ടേജ് കുറഞ്ഞ കുട്ടികളുണ്ടോ? ഒരു കാര്യം പറഞ്ഞു, അതിനോടനുബന്ധമായി മറ്റൊരു കാര്യം പറഞ്ഞു, അടുത്തൊരു കാര്യം പറഞ്ഞു, അപ്പോഴേക്കും ഇതുവരെ പഠിച്ച മറന്നുപോയി കാണുമോ? ഇല്ല. വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ സ്ട്രോങ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചിരുന്നത്? ലെങ്തിന്റെ സിമ്പൽ, അതിന്റെ SI യൂണിറ്റ് മീറ്റർ, അതിന്റെ SI യൂണിറ്റ് സിമ്പൽ സ്മാളർ, മാസിന്റെ തെയ്യം, അതുപോലെ അതിന്റെ SI യൂണിറ്റ് നെയിം കിലോഗ്രാം, അതിന്റെ SI യൂണിറ്റ് സിമ്പൽ kg, ടൈമിന്റെ സ്മാൾ ലെറ്റർ T എന്ന് എടുത്തു പറയണം, കാരണം ഒരു ക്യാപിറ്റൽ T വരുന്നുണ്ട്. ഇനി അതിന്റെ യൂണിറ്റ് നെയിം എന്താണെന്ന് ചോദിച്ചാൽ സെക്കൻഡ് ആണ്. അവിടെ അതിന് കൊടുക്കുന്ന സിമ്പൽ S ആകുന്നു. തെർമോഡൈനാമിക് ടെമ്പറേച്ചർ ക്യാപിറ്റൽ T. അതുപോലെ അതിന്റെ യൂണിറ്റ് പറയുമ്പോൾ യൂണിറ്റ് നെയിം കെൽവിൻ ആകുന്നു. അവിടെ അതിന്റെ സിമ്പൽ K എന്നെടുക്കാം, K എന്നതാകുന്നു. അപ്പോൾ ഇത് S എന്നാണ്. ആരുടെ? ടൈമിന്റെ സെക്കൻഡ് S, കെൽവിന്റെ K എന്നാകുന്നു. ഇത് K ആണ്. അടുത്തതാണ് ആംപിയർ. ഇലക്ട്രിക് കറണ്ടിന് ആംപിയർ ആണ്. ആംപിയർ എന്നുള്ളതിന്റെ സിമ്പൽ കൊടുക്കുന്നത് ക്യാപിറ്റൽ A. കണ്ട, ഇവിടെ തിരിഞ്ഞു പോയാൽ ഉണ്ടാവാം. ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടേ, നമുക്ക് കൺഫ്യൂഷൻ അല്ലേ, മനുഷ്യനല്ലേ? ക്യാപിറ്റൽ എയോ സ്മാൾ എയോ? ക്യാപിറ്റൽ എ, സ്മാൾ എ അല്ല, എന്താണ് ക്യാപിറ്റൽ എ? അപ്പം നമ്മൾ ആംപിയർ SI ചോദിക്കും, വാട്ട് ഈസ് ദ ഇലക്ട്രിക് കറണ്ടിന്റെ അവർ ചോദിക്കുന്നു SI യൂണിറ്റ് നെയിം. ഗിവ് ദി SI യൂണിറ്റ് നെയിം ഓഫ് ഇലക്ട്രിക് കറണ്ട്. കുട്ടിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. ഐ നോ ദിസ് ആൻസർ, ഐ ക്യാൻ റൈറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കും. ക്യാപിറ്റൽ AMPER. ധാരണ സംഭവം സ്മാൾ ലെറ്റർ എ ഉപയോഗിക്കാവൂ. ക്യാപിറ്റൽ എ എവിടെ കൊടുക്കാം? SI യൂണിറ്റ് സിമ്പൽ. ഇപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ ആ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ ഒന്നിനും നിസ്സാരമായി കാണരുത്. എല്ലാത്തിലും ഉണ്ട് അതിന്റെ സാരാംശം, അതിനെല്ലാത്തിനും ഉപയോഗവുമുണ്ട്. അടുത്ത് നോക്കുക, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, അത് സ്മാൾ n ആകുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, MOLE മോൾ എന്നത് SI യൂണിറ്റ് നെയിമാണ്. പക്ഷേ അതിന്റെ സിമ്പൽ SI യൂണിറ്റ് സിമ്പൽ എടുക്കുമ്പോൾ എന്ത് മതി? MOL മതി. അറിയാതൊരു E ഇട്ടാൽ നമ്മുടെ മാർക്ക് പോകും. പലപ്പോഴും കൺഫ്യൂഷൻ തരും. ഓപ്ഷൻസിൽ ഇങ്ങനെ നടക്കും, MOLE കാണും, MOL കാണും. MOLE എന്നാണോ MOL എന്നാണോ? കൺഫ്യൂഷനായി നമ്മളൽപ്പം വിഷമിപ്പിക്കും ഇല്ലേ? ഇതൊന്നും ഉണ്ടാകത്തില്ല. സാർ പറഞ്ഞ പോലെ ചെയ്യുക. എല്ലാം നമ്മൾ നന്നായി നോക്കിപ്പോയേ പറ്റുകയുള്ളൂ. ആംപിയർ ക്യാപിറ്റൽ A, മോൾ MOL, അടുത്ത കാൻഡേല CANDELA. ആദ്യമായി 10 കഴിഞ്ഞ് വരുന്ന കുട്ടികൾ കേൾക്കുകയാണ്. എത്രയോ കാര്യങ്ങൾ എനിക്ക് കേൾക്കാൻ കിടക്കുന്നു, കാണാൻ കിടക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഓരോന്നും ശ്രദ്ധയോടെ ആദ്യം കേൾക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യും? ഇഷ്ടപ്പെട്ട് സ്വീകരിക്കും അല്ലേ? അല്ലെങ്കിൽ എന്തിനാന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ എന്തായാലും സ്വീകരിക്കുന്നത് നമ്മുടെ സബ്ജക്റ്റിന്റെ ഭാഗമാണ്. അപ്പോൾ കാൻഡേല CANDELA, അതിന്റെ സിമ്പൽ CD. ഈ CD കെമിസ്ട്രിയിൽ മറ്റൊരു ഭാഗത്തുണ്ട്, കാഡ്മിയം എലമെന്റ് അല്ലേ? എലമെന്റിന്റെ സിമ്പൽ CD ആണ്. അപ്പോൾ നിങ്ങൾ ഇന്റർവ്യൂ നൽകുമ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഫിസിക്സിലും കെമിസ്ട്രിയിലും സിമ്പൽ സെയിം ആയി വരുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? കൊടുത്തിരിക്കുന്ന സിമ്പൽ ഫിസിക്സിൽ പറയുന്ന സിമ്പലും അതുപോലെ കെമിസ്ട്രിയിൽ പറയുന്ന സിമ്പലും ഒരേ സിമ്പലാണ്, പക്ഷെ അത് സിഗ്നിഫിക്കൻസ് രണ്ടാണ്. നമ്മളിത് ആണെങ്കിൽ ഫിസിക്സിൽ പല കാര്യം വെലോസിറ്റി, ആക്സലറേഷൻ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ടോർക്ക്, ഇങ്ങനെയൊക്കെ ഓരോന്നിരുന്നാലും കെമിസ്ട്രിയിൽ ഓരോന്നാലും. അത് ഞാൻ പറഞ്ഞത് നിസ്സാരമായി കാണരുത്. ഉത്തരം ഇന്റർവ്യൂ ബോർഡിൽ നിങ്ങൾ അങ്ങോട്ട് സ്മാർട്ടായിട്ട് നൽകും. CD ചോദിക്കും, എന്താണ് CD? Cadmium in chemistry is the name of elements. Okay, what is CD in physics? Candela. അപ്പോൾ CANDELA CD എന്നാകും. അതിന്റെ സിമ്പൽ എന്ത് കൊടുക്കാം? CD എന്നാകും. കുഞ്ഞുങ്ങളെ മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ബേസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി പഠിച്ചു,
അതിന്റെ സിമ്പൽ പഠിച്ചു, നെയിം ഓഫ് SI യൂണിറ്റ് പഠിച്ചു, അതുപോലെ SI യൂണിറ്റിന്റെ സിമ്പൽ പഠിച്ചു. അപ്പൊ ഏതൊക്കെയാണ് ബേസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി? ലെങ്ത്, മാസ്, ടൈം, തെർമോഡൈനാമിക് ടെമ്പറേച്ചർ, ഇലക്ട്രിക് കറന്റ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസസ്, ലൂമിനസ് ഇന്റൻസിറ്റി. പിന്നെ അവയുടെ സിമ്പലുകൾ ലെങ്തിന്റെ കാണുന്നുണ്ട്. സ്മാൾ ലെറ്റർ L, സ്മാൾ ലെറ്റർ M, സ്മാൾ ലെറ്റർ T, ക്യാപിറ്റൽ ലെറ്റർ T, അടുത്തത് I, സ്മാൾ n. I ന്യൂ എന്ന് വായിക്കണം. എന്താണ് ന്യൂ എന്നാകുന്നത്? എങ്ങനെയാ സാർ ഈ ന്യൂ എഴുതുക? സംശയം തോന്നും. നിങ്ങൾക്ക് വി എഴുതാൻ അറിയാമോ? വിക്ക് ചുവട്ടിൽ വന്നിട്ടുള്ള ഒരു വളവ് കൊടുക്കുക. നമ്മൾ വി എഴുതുമ്പോൾ ഷാർപ്പായിട്ട് കൊടുക്കുന്നതിന് പകരം ഇവിടെ ഒരു ബെൻഡിങ് കൊടുക്കുന്നു. അങ്ങനെ ബെൻഡിങ് കൊടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ചുനിപ്പ് അങ്ങോട്ട് എഴുതും. ന്യൂ ആയി കഴിഞ്ഞു. എന്തായി കഴിഞ്ഞു? ന്യൂ. അതുപോലെ ഒരു മ്യൂ ഉണ്ട്. മ്യൂ എങ്ങനെ എഴുതും സാർ എന്ന് പല കുട്ടികൾക്ക് സംശയം വരും. മ്യൂ. അപ്പം മ്യൂ എന്ന് പറയുന്നത് നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നു, ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതായത് നിങ്ങൾ ആദ്യം ഒരു ബി എഴുതുക, ബിക്ക് ഒരു വാല്യൂ കൊടുക്കുക, എന്നിട്ട് അതിനകത്തൊരു ചുരുപ്പ് കൊടുക്കുക. എന്തായി കഴിഞ്ഞു? ഇത് നിങ്ങൾ കുറെ വരച്ച് വരുമ്പോൾ എഴുതി വരുമ്പോൾ ഇങ്ങനെ ആകും. മാത്സ് ടീച്ചേഴ്സ് ഒക്കെ എക്സ് എഴുതുന്ന കണ്ടിട്ടില്ലേ? നമ്മൾ എക്സ് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും, മാത്സ് ടീച്ചേഴ്സ് എഴുതുമ്പോൾ എക്സ്. കാരണം അവരെ വർക്കൗട്ട് ചെയ്ത് പോകുന്നതിന്റെ വേഗതയിൽ അത് സംഭവിക്കും. പക്ഷെ എങ്കിൽ തന്നെയും അതിന്റെ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? കറക്റ്റ് ആയിരിക്കും. അത് ഏതൊരു കുഞ്ഞിനും മനസ്സിലാക്കാൻ കഴിയുന്നതുമാണ്. So we learned base physical quantity and symbol, name of SI unit, symbol for SI unit. So let us conclude the class today. ഞാൻ പറയുന്ന കാര്യം ഞാൻ ഓരോന്നും അടുത്തടുത്ത ഓരോ ക്ലാസ്സുകളിൽ ഇങ്ങനെ വ്യക്തമായ വിശദീകരണങ്ങൾ തന്നു പോകും. നോട്ട്സ് നിങ്ങൾക്ക് ബോർഡിലേക്ക് പറയുന്ന കാര്യങ്ങൾ ബോർഡിൽ നിന്നും കുറിച്ചെടുക്കാം, കേൾക്കുന്നതിൽ നിന്നും കുറിച്ചെടുക്കാം. ടെക്സ്റ്റ് ഒപ്പം വായിക്കണം. ടെക്സ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. NCERT ക്ലാസ് 11ന്റെ സം ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ കെമിസ്ട്രി എന്ന ചാപ്റ്റർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ മൊബൈലിൽ PDF-ൽ അത് വ്യക്തമായി വായിച്ച് മുന്നോട്ട് പോവുക. കൊറോണയാണ്, ഇനി സ്കൂൾ തുറക്കാൻ ഇനിയും സമയമെടുക്കും, നമുക്ക് പിന്നെ നോക്കിയാൽ പോലെ എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം സർക്കാർ കാര്യം മുറ പോലെ അവർ ആ സമയമാകുമ്പോൾ എക്സാം നടത്തും. നമ്മൾ ആ സമയത്തേക്ക് പാർട്ട് 1ലെയും പാർട്ട് 2ലെയും ചാപ്റ്ററുകളെല്ലാം കൂടി ഒരുമിച്ചിരുന്ന് പഠിക്കാൻ കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഇറ്റ് ഈസ് കെമിസ്ട്രി, സയൻസ് സബ്ജക്റ്റ് ആണ്. അപ്പോൾ നല്ല വർക്ക് കൊടുത്തെങ്കിലേ നമുക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റുകയുള്ളൂ. സോ ഓക്കെ, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും വളരെയധികം പ്രതീക്ഷയോടും വിശ്വാസത്തോടും കൂടിയാണ് കാണുന്നത്. അവർ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകുന്നുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഓൾ. നല്ല ചുണക്കുട്ടരായി വരിക. ഓക്കെ, ദാറ്റ്സ് ഓൾ ടുഡേ.